വി എസിന്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീ സുരേഷ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വീണ്ടും അവിടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഈ ദിവസങ്ങളിൽ കാണുമ്പോൾ കണ്ണു നിറഞ്ഞല്ലാതെ ഞാൻ ഈ മണിക്കൂറുകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരിക്കൽ കൂടി വി എസിനെ ദർബാർ ഹാളിൽ ഇങ്ങനെ കാണേണ്ടി വരുന്നു നമുക്ക്. പക്ഷേ അത് സാഹചര്യം അതാണ്, എനിക്കറിയാം. എന്തോർക്കുന്നു, എന്തു പറയുന്നു, ആ ചോദ്യം പോലും ഈ ഘട്ടത്തിൽ പ്രസക്തമല്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനുൾപ്പെടെ ഒരുപാട് ആളുകൾ വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം വി എസ് കഴിഞ്ഞ 5 വർഷമായിട്ട് വി എസ് രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല. എങ്കിലും വി എസിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ട്. വി എസ് ഒരു രക്ഷകർത്താവായി കേരളത്തിലുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അത് അങ്ങനെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരോടൊപ്പമാണ് ഞാനുള്ളത്. വി എസ് ഇങ്ങനെ വിടവാങ്ങിയെന്ന് പറയാൻ പോലും എൻ്റെ മനസ്സും എൻ്റെ നാവും അങ്ങനെ അശക്തനാണ്. അക്കാര്യത്തിൽ ഞാൻ അശക്തനാണ്. വിലാപയാത്രയ്ക്കൊപ്പം ആലപ്പുഴയ്ക്ക് പോകുന്നു. തീർച്ചയായും ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത 23 മുതൽ ഞാൻ ആശുപത്രി തന്നെ ഉണ്ടായിരുന്നു. മുഴുവൻ സമയം അവിടെ തന്നെ വി എസിന് തിരിച്ചു വരാനായി കാത്തിരുന്നായിരുന്നു. താങ്കൾ ഒരിക്കൽ ഒരു ഇടയ്ക്കൊന്ന് അദ്ദേഹത്തിന്റെ നില ഒന്ന് കുറച്ച് മെച്ചപ്പെട്ട സമയത്ത് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. നാട്ടിലേക്ക് പോകുന്നു. അന്ന് താങ്കൾ പറഞ്ഞത് വി എസിന്റെ കൂടെ ഒരു മുറിയിൽ ഒരുമിച്ച് തങ്ങിയ അനുഭവങ്ങൾ ഒരിക്കൽ കൂടി അത്തരം ഒരു ദിവസത്തിന് വേണ്ടി താങ്കൾ കാത്തിരിക്കുകയാണെന്ന് വളരെ വൈകാരികമായ ഒരു FB പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഞാൻ നാട്ടിൽ പോയില്ല. ഞാൻ വന്നതിന് ശേഷം ഇവിടെ തന്നെ തുടരുകയാണ് ചെയ്തത്. ഞാൻ വി എസിന്റെ കൂടെ ഒരു ദിവസമല്ല, ഞാൻ വി എസിന്റെ കൂടെ തന്നെയായിരുന്നു ഗസ്റ്റ് ഹൗസുകളിൽ താമസിച്ചിരുന്നത്. വി എസ് ഉറങ്ങുമ്പോൾ ഞാൻ കൂടെ ഉറങ്ങുകയും ഉണരുമ്പോൾ ഞാൻ ഉണരുകയും ചെയ്യുന്നൊരു വി എസിന്റെ ഒരു സ്പന്ദനം എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തിനായി ഞാൻ സത്യത്തിൽ ആത്മാർത്ഥമായി കാത്തിരുന്നു. ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം വി എസ് തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഉറങ്ങണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ഈ നില കുറച്ച് മെച്ചപ്പെടും, ഇടയ്ക്ക് വളരെ മോശമാവും. ആ ഘട്ടത്തിൽ ഒരു പോരാളിയാണ് വി എസ്. അദ്ദേഹം ഈ പറയുന്ന ദിവസങ്ങളൊക്കെ അദ്ദേഹം നന്നായിട്ട് പോരാട്ടം നടത്തുകയായിരുന്നു. മരണത്തെ ആ ഘട്ടത്തിൽ പലപ്പോഴും അദ്ദേഹം തോൽപ്പിച്ചിട്ടുമുണ്ട്, ഇതിനു മുമ്പുമുണ്ട്. അപ്പം അത് തോൽപ്പിച്ച് ഒരു പോരാളിയെ പോലെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് മറ്റു ലക്ഷക്കണക്കിന് ആളുകളെ പോലെ താങ്കളും കരുതിയിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും വി എസ് ഒരു പോരാളിയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം പോലീസ് മർദ്ദനമേറ്റ് പിന്നെ പോലീസുകാർ ചാക്കി കെട്ടി മരിച്ചു എന്ന് കരുതി ജീപ്പിൽ അദ്ദേഹത്തെ കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം വി എസ് എൻ്റെ അടുത്ത് പറഞ്ഞ കഥയല്ല, റിയൽ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത് കോലപ്പൻ എന്ന് പറയുന്ന ഒരു മോഷണ കേസിലെ പ്രതി ജീപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പിലെ ചാക്കിൽ അനക്കം കണ്ടു. അപ്പോൾ മരിച്ചിട്ടില്ല പോലീസുകാരാ, ഇത് പ്രശ്നമാവും എന്ന് കോലപ്പൻ പോലീസിനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ആശുപത്രിയിലെ ഡോക്ടർ കണക്കിന് ഈ DYSPയെ വഴക്ക് പറഞ്ഞു. അതിനുശേഷമാണ് വി എസ് ജീവൻ തിരിച്ചു കിട്ടിയത്. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ. അതുമാത്രമല്ല വി എസ് ഒരിക്കലും നിങ്ങൾക്കറിയാം 19 വയസ്സിൽ വി എസ് പാർട്ടി അംഗമാണ്. വി എസിനൊപ്പം സഞ്ചരിച്ച ഒരു നിഴൽ പോലെ സഞ്ചരിച്ച ആളാണ് സുരേഷ്. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവവിശ്വാസം അറിയാവുന്ന ആളുകൂടിയായിരുന്നു. വി എസിൻ്റെ ജീവിതത്തിൻ്റെ താളക്രമം നന്നായി മനസ്സിലാക്കിയ വളരെ അപൂർവം ആൾക്കാർ ഒരാളായിരുന്നു ഈ സുരേഷാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത്.